നാട്ടിൽ ഇന്ന് ആരംഭിക്കുന്നു. സമയ വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ന്യൂസ് അജണ്ടയിലേക്ക് ഒന്ന് പോകാം. പൊതുതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പലയിടങ്ങളിലും വോട്ടെടുപ്പിനിടയിൽ സംഘർഷവും ബൂത്ത് തകർക്കലും എല്ലാം ഉണ്ടായി. രണ്ടാം ഘട്ടമായപ്പോഴേക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറും അവിശ്വാസ്യതയും പ്രതിപക്ഷം വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ്. ഇതിനിടയിൽ നാക്കിന് നിയന്ത്രണമില്ലാത്ത നേതാക്കൾക്ക് ഗതികെട്ട് കടിഞ്ഞാണിട്ടതും വാർത്തയായി. ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാകുമോ രണ്ടാം ഘട്ടത്തിന്റെ ഫലം? രണ്ടാം ഘട്ടം ആർക്ക് നേട്ടമാകും എന്നാണ് പ്രസക്തമായ ചോദ്യം ന്യൂസ് അജണ്ട മുന്നോട്ട് വെക്കുന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കടക്കം വ്യോമമാർഗം ഹൃദയം മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ച കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ അടിയന്തര ചികിത്സ ആവശ്യമുള്ള നവജാത ശിശുക്കളെ ആശുപത്രികളിലേക്ക് എത്തിച്ചത് റോഡ് മാർഗം. 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ രോഗികൾ നിശ്ചിത സ്ഥലത്തെത്തിക്കുമ്പോഴും അപകടം, റോഡ് ഗതാഗതത്തിനിടെ ഉണ്ടാകാവുന്ന കാലതാമസം എല്ലാം പ്രതിസന്ധി രൂക്ഷമാക്കും. ഇതിന് പരിഹാരമായ എയർ ആംബുലൻസ് സംവിധാനം ആരംഭിക്കാൻ മുൻ സർക്കാർ ആലോചിച്ചുവെങ്കിലും പുതിയ സർക്കാർ ചെലവേറും എന്ന കാരണത്താൽ തള്ളിക്കളഞ്ഞിരുന്നു. നമ്മുടെ ജീവൻ രക്ഷാ മാർഗങ്ങൾ ഫലപ്രദമോ എന്ന ചോദ്യം ഇതോടെ കൂടുതൽ പ്രസക്തമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 95 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ഒഡീഷ നിയമസഭയിലെ 35 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിലെ 18 നിയമസഭാ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാവ് പി ചിദംബരം, നടൻ രജനീകാന്ത് അടക്കമുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, കന്നിമൊഴി, ദയാനിധി മാരൻ, എച്ച് ഡി ദേവഗൌഡ, പ്രകാശ് രാജ്, ഹേമമാലിനി ഉൾപ്പെടെ നിരവധി പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷ്, തമിഴ്നാട് മാർത്താണ്ഡത്ത് നിന്ന് കിരൺ ബാബുവും, കോയമ്പത്തൂരിൽ നിന്ന് പ്രസാദും ചേരുന്നു. ആദ്യം പുതുച്ചേരി മാഹിയിൽ നിന്ന് മനു ഭരതും ചേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാഗേഷും ചേരും. ആദ്യം മനുവിലേക്ക് പോയാൽ, മനു, എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ വോട്ടെടുപ്പ്? രാവിലെ കൂടുതൽ വോട്ടർമാരെ കാണുന്നുണ്ടോ ക്യൂവിൽ? രഞ്ജിത്ത്, വളരെ നേരത്തെ തന്നെ വോട്ടർമാർ എത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. 2 ബൂത്തുകളാണ് ഞാൻ നിൽക്കുന്ന ഈ മാഹി പ്രദേശത്ത് ഉള്ള ലോവർ പ്രൈമറി സ്കൂളിൽ ഉള്ളത്. ഇവിടെ മാഹിയിലെ 33 പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇവിടെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ഭാഗമായി ഒറ്റ സീറ്റിന് വേണ്ടി ആണ് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൻ്റെ വോട്ടിംഗ് കൂടിയാണ് മാഹിയിൽ നടക്കുന്നത്. 4,59,000 പുരുഷന്മാരും 5,13,000 സ്ത്രീകളും 96 ട്രാൻസ്ജെൻഡർമാരും ഇവിടെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തും. അങ്ങനെ 9,73,000-ലധികം വോട്ടർമാരാണ് ഇതിൽ ഉള്ളത്. പുതിയ വോട്ടർമാരായി എത്തുന്നത് 20,789 പേരാണ്. 200 പേരടങ്ങിയ ഒരു കേന്ദ്ര സേനയുടെ വലിയ സുരക്ഷ ഈ മാഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാഹിയിൽ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര ബറ്റാലിയൻ റൂട്ട് മാർച്ച് നടത്തി. മാഹി, പാലം, പുത്തല, ചൊക്ലി, പാറക്കൽ, മാക്കുനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി. നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയോ? വളരെ സുഖകരമായ വോട്ടിംഗ് ആണോ? സുഖകരമായ വോട്ടിംഗ് ആണ്. സ്ഥിരമായി രാവിലെ നേരത്തെ തന്നെ വോട്ട് ചെയ്യുക എന്നൊരു രീതിയാണോ? സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. വലിയ തിരക്ക് എന്തായാലും പോളിംഗ് ബൂത്തിൽ ഇല്ല. സാധാരണ ഇതിൽ രാവിലെ ഇവിടെ അത്ര ഉണ്ടാവില്ല. ഇനി ഒരു 9-10 മണി കൂടിയിട്ട് വളരെ തിരക്കുണ്ടാകലുണ്ട്. സാധാരണ ഞങ്ങളെല്ലാം തന്നെ രാവിലെ വന്ന് തന്നെ വോട്ട് ചെയ്യും. അതിനുശേഷം മറ്റു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പെസഹ വ്യാഴാഴ്ചയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ കുറേ ചടങ്ങുകളും എല്ലാം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞങ്ങളിത് ചെയ്യുന്നു. ഏതായാലും ആചാരങ്ങൾക്കൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി വോട്ടെടുപ്പിനെയും കാണുന്നു. വളരെ ഗൗരവമായി കാണുന്ന ഒരു സംഭവമാണ് വോട്ടെന്ന് പറയുന്നത്. അതാണ് രഞ്ജിത്ത്, ആളുകളിൽ നിന്നൊക്കെയുള്ള പ്രതികരണം. ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ വലിയ തിരക്കുണ്ടാകും എന്നാണ് പൊതുവെയുള്ളൊരു പ്രതീക്ഷ. രാവിലെ പോളിംഗ് അങ്ങനെ സുഖകരമായി പുരോഗമിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് മാഹിയിൽ നിന്ന് കാണാൻ കഴിയും. 3 പ്രധാന സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥി, അതുപോലെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ NR കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കെ നാരായണസ്വാമി. അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഡോക്ടർ വൈദ്യലിംഗം കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. കമൽഹാസൻ്റെ മക്കൾ നീതി മയ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയും സുബ്രഹ്മണ്യം, അദ്ദേഹവും ഇവിടെ തെരഞ്ഞെടുപ്പിന്. മൊത്തം 18 സ്ഥാനാർത്ഥികൾ നേരിടുന്നു. 33 പോളിംഗ് ബൂത്തുകൾ മാഹിയിൽ ഉണ്ട്. കെ പി അഭിലാഷ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, UP-യിലടക്കം സീറ്റുകൾ കുറഞ്ഞാലും BJP പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ കർണാടക അടക്കം തമിഴ്നാടക്കം കൂടുതൽ സീറ്റുകൾ അതുകൊണ്ട് നികത്തുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിലടക്കം വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
എന്താണ് BJP രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് ദക്ഷിണേന്ത്യയിലെ 53 മണ്ഡലങ്ങളിലും ഉത്തരേന്ത്യയിലെ 42 മണ്ഡലങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയും പ്രധാനപ്പെട്ടതായി മാറുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം രാജ്യവ്യാപകമാണ് എന്ന് BJP അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പോലും 39 സീറ്റുകളിൽ 37 ജയലളിത വിജയക്കൊടി പാറിച്ച സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായത്. ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണത്തിന് ശേഷം ദ്രാവിഡ രാഷ്ട്രീയത്തിലുണ്ടായ ചടുലമായ മാറ്റങ്ങൾ നമുക്കറിയാം. പിന്നീട് AIADMK കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശത്രുപക്ഷത്തായിരുന്ന AIADMKയെ ചേർത്ത് നിർത്താൻ ഇത്തവണ BJPക്ക് സാധിച്ചിരിക്കുന്നു. AIADMKയും DMKയും തമ്മിലാണ് പ്രധാന പോരാട്ടമെങ്കിലും AIADMK ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായി BJPക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ AIADMK BJP സഖ്യം വലിയ മുന്നേറ്റം നടത്തിയാൽ ഒരുപക്ഷെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു സഖ്യം ആയിരിക്കും ഭരണത്തിലേക്ക് ഏറുന്നത് എങ്കിൽ ആ വലിയൊരു പിന്തുണ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് BJP ഉള്ളത്. മറുഭാഗത്താകട്ടെ കോൺഗ്രസ് DMKയുമായി കൈകോർക്കുമ്പോൾ തമിഴ്നാട്ടിൽ അടക്കം വലിയ വിജയം നേടാം എന്ന പ്രതീക്ഷയിലാണ് താനും. ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തർപ്രദേശ് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സംസ്ഥാനം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പശ്ചിമ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലേക്കായിരുന്നു. രണ്ടാം ഘട്ടത്തിലും 8 മണ്ഡലങ്ങൾ തന്നെയാണ് വിധിയെഴുതുന്നത്. ഇതിൽ 4 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ 2014 80 സീറ്റുകളിൽ 73 തൂത്തുവാരി 100 മേനി കൊയ്ത BJPക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം യോഗി ആദിത്യനാഥിന് വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഉത്തർപ്രദേശ് അധികാരത്തിൽ എത്തിച്ചത് എങ്കിൽ അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ ഉള്ളത് CPM-ഉം BJP-യും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. പ്രസാദ്, അവിടെ PR നടരാജൻ CPM സ്ഥാനാർത്ഥിയായും CP രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. വളരെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. ഇതിനടക്കം കോൺഗ്രസുമായി CPM സഖ്യമുണ്ടാക്കിയ സ്ഥലമാണ് തമിഴ്നാട്. എങ്ങനെ പുരോഗമിക്കുന്നു രാവിലെ തെരഞ്ഞെടുപ്പ്? ആർക്കുള്ള പ്രതീക്ഷകൾ എങ്ങനെ പങ്കുവെക്കുന്നു ഇരുവിഭാഗവും? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്തിനടുത്തുള്ള വനിതാ പോളിടെക്നിക്കിലാണ്. ഇവിടെ പോളിംഗ് അല്പം കുറവാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നില്ല. അല്പസമയം മുമ്പ് CPM-ന്റെ സ്ഥാനാർത്ഥി PR നടരാജൻ ഇവിടെ വോട്ട് ചെയ്തു പോയി. BJP സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് തിരുപ്പൂരിലാണ് വോട്ടുള്ളത്. വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ CPM ഉള്ളത്. കഴിഞ്ഞ തവണ മറ്റ് സഖ്യങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു CPM മത്സരിച്ചിരുന്നത്. എങ്കിൽ ഇത്തവണ DMK-യുമായി സഖ്യത്തിലാണ് CPM ഉള്ളത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവ പാർട്ടികൾ ഈ സഖ്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതീക്ഷ CPM-ന് നൽകുന്നത്. 2009 MP ആയിരുന്ന PR നടരാജൻ തന്നെയാണ് ഇത്തവണ CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. CP രാധാകൃഷ്ണനും മുൻ MP ആയിരുന്നു. അത് വലിയ ഒരു AIADMK-യുമായിട്ടുള്ള സഖ്യത്തിൽ ഏർപ്പെട്ടതോടുകൂടി തന്നെ അവരും വലിയ തോതിലുള്ള വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പക്ഷേ കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യവസായ മേഖല വലിയ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച കോയമ്പത്തൂരിലായതും ഇതുതന്നെയാണ്. നോട്ട് നിരോധനത്തിനും GST-ക്കും ശേഷം ഇവിടുത്തെ ചെറുകിട വ്യവസായ മേഖല പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് DMK സഖ്യം പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നത്. ഏറെക്കുറെ 5000-ലധികം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ പൂട്ടിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 50,000-ലേറെ ആളുകൾക്ക് നേരിട്ട് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ മുൻകാലങ്ങളിൽ AIADMK-ക്ക് വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ AIADMK-യിലുള്ള ചില ഭിന്നതകളും അതോടൊപ്പം TTV ദിനകരൻ ഉൾപ്പെടെ പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചതുമെല്ലാം തന്നെ അവരെ ദുർബലപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും BJP-യുമായുള്ള സഖ്യം വരുന്നത് വലിയ പ്രതീക്ഷ AIADMK-യുടെ സഖ്യത്തിന് ഉണ്ടാകുന്നെങ്കിൽ പോലും ഇത്തവണ DMK-യും CPM-ഉം ഒരുമിച്ച് നിൽക്കുന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളെല്ലാം തന്നെ ഇവിടെ ഈ മുന്നണിയിലുണ്ട് എന്നുള്ളതും CPM-ന് വിജയപ്രതീക്ഷ നൽകുന്നതാണ്. CPM-ഉം BJP-യും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം ആണ് എന്നുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ഇവിടെ നഗരത്തിൽ പോളിംഗ് അല്പം മന്ദഗതിയിലാണെങ്കിൽ പോലും മറ്റു പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ശക്തമായ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഗേഷും ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇരു മുന്നണികൾക്കും UPA-യ്ക്കും NDA-യ്ക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ റോഡ് ഷോകളടക്കം നടത്തി പ്രചരണം വലിയ തോതിൽ കൊഴുപ്പിച്ച മണ്ഡലങ്ങളിൽ കൂടിയാണ്. എന്താണ് ഈ മുന്നണികളുടെ പ്രതീക്ഷ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ?
രഞ്ജിത്ത്, തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് BJPക്ക് ആദ്യഘട്ടത്തിൽ അത്ര തന്നെ സീറ്റുകൾ നേടാൻ കഴിയാതിരുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. UPയിലും മഹാരാഷ്ട്രയിലും വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഭൂരിപക്ഷം സീറ്റുകളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 53 മണ്ഡലങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 38 മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലും 1 മണ്ഡലം പുതുച്ചേരിയിലും 14 സീറ്റുകൾ കർണാടകയിലുമാണ്. ഇതിൽ കർണാടകത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ BJPയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ കർണാടകയിൽ വിജയിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ രാഷ്ട്രീയ സാഹചര്യം മാറി. ജനതാദളും കോൺഗ്രസും കൈകോർക്കുന്നൊരു സാഹചര്യമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 21 സീറ്റുകളിലെങ്കിലും ഈ സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ. എങ്കിൽ പോലും BJP വലിയ വിജയപ്രതീക്ഷ കർണാടകത്തിൽ പ്രതീക്ഷിക്കുന്നു. കാരണം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കർണാടകം. അതുകൊണ്ട് തന്നെ BJP സഖ്യവും JDSഉം കോൺഗ്രസ് BJPയും JDSഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന സഖ്യവും തമ്മിലാണ് പോരാട്ടം. കോൺഗ്രസിനെയും വലിയ വെല്ലുവിളി ഉണ്ട്, JDSനും വലിയ വെല്ലുവിളികളുണ്ട്. കാരണം മാണ്ഡിയിലടക്കം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രയായി സുമലത മത്സരിക്കുമ്പോൾ പോലും കോൺഗ്രസ് അണികൾ പോലും BJP പിന്തുണ നൽകുന്ന സുമലതയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സഖ്യം ഏതൊക്കെ തരത്തിൽ താഴെ തട്ടിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നടക്കമുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കോൺഗ്രസിനും JDSനും സംബന്ധിച്ചിടത്തോളം നിർണായകവും. മാത്രവുമല്ല, കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നില മെച്ചപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിന് കർണാടകത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയേ മതിയാകൂ. ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കോൺഗ്രസും BJPയും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ BJP ഇവിടെ നേടാൻ സാധിച്ചത്. മൂന്നാം മുന്നണിയായാണ് കഴിഞ്ഞ തവണ BJP മത്സരിച്ചത്. പക്ഷേ ഇത്തവണ പ്രമുഖ കക്ഷിയായ ADMKയുടെ ഭാഗമായി അവർ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് എത്ര സീറ്റുകൾ കൂടിയാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. കോൺഗ്രസിന് ഇത് സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കാരണം കഴിഞ്ഞ തവണ DMK മുന്നണിയുടെ ഭാഗമായല്ല കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ DMK മുന്നണിയുടെ ഭാഗമായി 9 പാർട്ടികൾ ചേർന്നുകൊണ്ട് ജനാധിപത്യ പുരോഗമന സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ അടക്കം DMK നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വലിയ വിജയപ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇതും നേട്ടമാകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ 3 സീറ്റുകളിലാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ കഴിഞ്ഞ തവണ 42 മണ്ഡലങ്ങളിൽ CPM വിജയിച്ചിരുന്നത് 2 സീറ്റുകളിൽ മാത്രമാണ്. അതിൽ ഒരു സീറ്റിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്നു. റായ്ഗഞ്ച് മണ്ഡലമാണത്. ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായ മണ്ഡലം കൂടിയാണ് റായ്ഗഞ്ച്. കാരണം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ CPMഉം ഒപ്പം തന്നെ കോൺഗ്രസും ജയിച്ച മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. പിന്നീട് ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോവുകയും കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പരമ്പരാഗതമായ ഒരു കോൺഗ്രസിന്റെ മണ്ഡലമാണ് റായ്ഗഞ്ച്. കാരണം ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 13 തവണ റായ്ഗഞ്ചിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 1500-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് CPM സ്ഥാനാർത്ഥിയായ CPM പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് സലീം ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ദീപാദാസ് മുൻഷിയും മുഹമ്മദ് സലീം തമ്മിലുള്ള പോരാട്ടമാണ്. BJPക്കും തൃണമൂൽ കോൺഗ്രസിനും അവിടെ വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2 ലക്ഷത്തിന് അടുത്ത വോട്ടുകൾ ഈ രണ്ട് പാർട്ടികളും അവിടെ നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ചതുഷ്കോണ പോരാട്ടമാണ്. ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ CPMന് സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നടക്കമുള്ള കണക്കുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ റായ്ഗഞ്ച് നേരിടേണ്ടത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം തന്നെയാണ്. രഞ്ജിത്ത്, അത്തരത്തിലാണ് ഇന്ന് നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ വിലയിരുത്തൽ. തമിഴ്നാട് മാർത്താണ്ഡത്ത് നിന്ന് കിരൺ ബാബുവും ചേരുന്നു. ഇപ്പോൾ കിരൺ നിൽക്കുന്ന ബൂത്തിൽ, അതുമായി അടുത്തുള്ള ബൂത്തിൽ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? പൊതുവേ തമിഴ്നാട് ചിത്രം എങ്ങനെയാണ്? രാവിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടോ? അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണല്ലോ കൂടുതലായി വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുക. മുന്നണികളുടെ പ്രവർത്തനം ഏത് തരത്തിലാണ് വോട്ടർമാരെ പരമാവധി എത്തിക്കാൻ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാവിലെ വോട്ടർമാരുടെ ഒരു വലിയ നിര എവിടെയും കാണാനില്ല. ഞങ്ങൾ രാവിലെ 7 മണി മുതൽ പല ബൂത്തുകൾ സന്ദർശിച്ചു. ഈ ബൂത്തുകളിൽ എവിടെയും സാമാന്യം ആളുകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു കൂട്ടത്തോടെ ആളുകൾ വരുന്ന ഒരു അവസ്ഥ തമിഴ്നാട്ടിലെ ബൂത്തുകളിലില്ല. എന്നാൽ ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ വെച്ച് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാടിൻ്റെ ഒരു പൊതു രീതിയും അതുതന്നെയാണ്. പ്രധാനമായും തമിഴ്നാട് ഈ തവണത്തെ ഇലക്ഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പ്രത്യേകത തമിഴ് രാഷ്ട്രീയത്തെ, ദ്രാവിഡ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന 2 തലപ്പൊക്കം നേതാക്കൾ സാന്നിധ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്നാണ്. 50 വർഷത്തോളം തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച കരുണാനിധി, അതോടൊപ്പം കഴിഞ്ഞ 25 വർഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണായി നിന്ന ജയലളിത, ഇവർ രണ്ടുപേരും ഇല്ലാതായ അവർ രണ്ടുപേരുടെയും മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഇത്രകാലവും ഇവർ രണ്ടുപേരും പ്രധാന നേതാക്കളായി നിൽക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകളും ഇവരുടെ തന്ത്രങ്ങളുമായിരുന്നു എപ്പോഴും തമിഴ്നാട്ടിൽ ഈ രണ്ടുപേരും തമിഴ് രാഷ്ട്രീയത്തെയും അവരുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടക്കം നിയന്ത്രിച്ചിരുന്നത്.
ഇവരുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം DMKയും ADMKയും തമ്മിലുള്ള പോരാട്ടമാണ് പ്രധാനമായും നടന്നിരുന്നത്. സഖ്യകക്ഷികൾക്ക് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ്, പലപ്പോഴും സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും ചെറിയ സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണത്തെ പ്രത്യേകത, ഈ രണ്ട് പാർട്ടികളും, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളും 20 സീറ്റിൽ വീതം മാത്രമാണ് മത്സരിക്കുന്നത്. 39 സീറ്റുള്ളതിൽ 20 സീറ്റിൽ മാത്രമാണ് DMKയും 20 സീറ്റിലാണ് ADMKയും മത്സരിക്കുന്നത്. മറ്റു സീറ്റുകൾ സഖ്യകക്ഷികൾക്കായി നൽകിയിരിക്കുക. കിരൺ ബാബു ഉള്ളത് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്താണ്. അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. രാവിലെ വലിയ തോതിൽ ഒരു ജനക്കൂട്ടം, ഒരു വോട്ടർമാരുടെ നിര ഈ പോളിംഗ് ബൂത്തുകളില്ല. ഉച്ചയ്ക്ക് ശേഷമാകും കൂടുതലായി വോട്ടർമാർ എത്തിച്ചേരുക എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ ചേരുകയായിരുന്നു. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഈ തെരഞ്ഞെടുപ്പോടെ കേന്ദ്രത്തിൽ അധികാരമാറ്റമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം. BJP വിരുദ്ധ മാനസികാവസ്ഥ ഉള്ള പാർട്ടികളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ്. இந்த நாள் நல்ல நாள். இந்திய நாட்டிலேயும் தமிழ்நாட்டிலேயும் நாம் விரும்புகின்ற மாற்றம் ஏற்பட்டு புதிய அரசுகள் அமைவதற்காக நான் வாக்களித்திருக்கிறேன். அதைப்போல தமிழ்நாட்டு மக்கள் அனைவரும் வாக்களிக்க வேண்டும் என்று அன்போடு கேட்டுக்கொள்கிறேன். திராவிட முன்னேற்றக் கழக, காங்கிரஸ், ஏனைய தோழமை கட்சிகளுடைய மதச்சார்பற்ற முற்போக்கு கூட்டணிக்கு எல்லா இடங்களிலேயும் கை சின்னத்தில் அல்லது உதயசூரியன் சின்னத்தில் அல்லது கூட்டணி கட்சிகளுடைய சின்னங்களிலே வாக்களிக்க வேண்டும் என்று தமிழக மக்களை நான் கேட்டுக்கொள்கிறேன். തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ BSP നേതാവ് മായാവതി. പ്രചാരണ വിലക്കുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തെമ്പാടും ക്ഷേത്ര ദർശനം നടത്തുകയും അതിന് മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുകയുമാണ്. ഇക്കാര്യത്തിലൊന്നും നടപടിയെടുക്കാത്ത കമ്മീഷൻ BJP നേതാക്കളോട് വ്യത്യസ്ത സമീപനമാണ് കാട്ടുന്നതെന്നും മായാവതി ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ മായാവതിയുടെ ഈ പുതിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി ഇടപെടലടക്കം വന്ന സംഭവവികാസങ്ങളുണ്ട് ഇതിനു മുൻപ്. ഇപ്പോൾ സംഭവങ്ങളെ അതുമായി എങ്ങനെ കൂട്ടി വായിക്കണം? രഞ്ജിത്ത്, തീർച്ചയായും സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ആദിത്യനാഥിനും മായാവതിക്കുമൊക്കെ ഏതാനും ദിവസത്തേക്ക് പ്രചാരണ വിലക്ക് തന്നെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷവും യോഗി ആദിത്യനാഥ് മാധ്യമങ്ങളിൽ ശ്രദ്ധ നിലനിർത്തുന്നതിനും മാധ്യമ കവറേജ് ലഭിക്കുന്നതിനുമായി വിവിധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു, ദളിത് കുടുംബങ്ങളുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവരുടെ വീടിന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി യോഗി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നുവെന്നാണ് മായാവതിയുടെ ആരോപണം. പ്രചാരണ വിലക്ക് നേരിടുമ്പോൾ ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ ലഭിക്കാനുള്ള നടപടികളുമായി എങ്ങനെ ആദിത്യനാഥിന് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ ഉള്ള നടപടികൾക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കാതിരിക്കുന്നത് BJP നേതാക്കളോടുള്ള വ്യത്യസ്ത സമീപനം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷത എങ്ങനെ ഉറപ്പാക്കാനാകും, ജനങ്ങൾക്ക് വിശ്വാസ്യത എങ്ങനെ നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ് മായാവതി ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് നേരിട്ടതിനു ശേഷം മായാവതിക്ക് റാലികളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യോഗി പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് കൂടി കണക്കിലെടുത്താണ് മായാവതിയുടെ ഈ വിമർശനം കമ്മീഷനെതിരെ വന്നിരിക്കുന്നത്. ശരി ഉണ്ണി. BJPയുടെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ആവേശം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. രാത്രി 7 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അവസാന ദിവസങ്ങളിലെ പ്രചരണത്തിന് കൃത്യമായ പദ്ധതി RSSും തയ്യാറായി കഴിഞ്ഞു. വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പൊതുസമ്മേളനമെങ്കിലും സംസ്ഥാനത്തൊട്ടാകെയുള്ള BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ പുതിയ ഊർജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്തിനു പുറമെ പ്രതീക്ഷ പുലർത്തുന്ന പത്തനംതിട്ടയിലും നരേന്ദ്രമോദിയെ എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിട്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ തിരക്ക് തടസ്സമായി. പകരം ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പത്തനംതിട്ടയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പിക്കുകയാണ് അവസാന ദിവസങ്ങളിലെ BJP തന്ത്രം. ശബരിമല വിഷയത്തിലൂന്നിയുള്ള പുതിയ നീക്കങ്ങൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല RSS ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ടുകളുടെ കൃത്യമായ കണക്കെടുത്താണ് നീക്കം. RSS നിയന്ത്രണത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. ദേശീയതയിലും വിശ്വാസ വിഷയങ്ങളിലും ഊന്നിയാണ് RSS നേതാക്കൾ വോട്ട് തേടുന്നത്. BJP സ്ഥാനാർത്ഥികൾക്കു വേണ്ടി RSSന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി രംഗത്തിറക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
ആലുവയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടിയെ പിതാവ് മർദ്ദിച്ചതാണെന്നാണ് പോലീസ് നിഗമനം. പിതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. ശ്രീനാഥ് ചേരും. ശ്രീനാഥ്, എന്താണ് ഈ സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ്? ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ആലുവയിൽ തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലച്ചോറിനകത്തെ രക്തസ്രാവം ആവുന്നില്ല. ഇന്നലെ രാത്രി അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്തുവെങ്കിലും വലിയ തോതിൽ ഫലമുണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണം. മരുന്നുകളോടും കുട്ടി പ്രതികരിക്കുന്നില്ല. കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 3:30യോടുകൂടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുട്ടിക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വീണ് പരിക്കേറ്റു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷെ വലിയ തോതിൽ കുട്ടിയുടെ ശരീരത്തിൽ പാടുകളും പരിക്കുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, പൃഷ്ഠഭാഗത്ത് പൊള്ളലേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. കാൽവെള്ളയിൽ അടിയേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ച ഉടനെ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം മാതാപിതാക്കൾ നടത്തി. പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.